ഈ കോൺസെപ്റ്റ് മുഴുവൻ കേട്ട് വരുമ്പോൾ ഇപ്പം ഏറ്റവും കൂടുതൽ കേരളത്തിൽ വരുന്നൊരു പ്രശ്നമാണ് സീനിയർ സിറ്റിസൺ എംപവർമെൻറ്റ് എന്നുള്ള ഒരു കാര്യം. അപ്പോൾ ഈ പ്രോജക്റ്റിലെ ഈ പറയുന്ന ആശയങ്ങളും ഇതിൻ്റെ പല ഫീച്ചേഴ്സും നമ്മൾ കാണുമ്പോൾ ഇത് കുറേയും കൂടി ഒരു പോസ്റ്റ് റിട്ടയർമെൻറ്റ് ലിവിങ് പോസിബിൾ ആക്കുന്നൊരു പ്രോജക്റ്റ്, അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ ഫ്രണ്ട്ലി അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ എംപവർമെൻറ്റ് പോസിബിൾ ആക്കുന്നൊരു കാര്യം. കാരണം ജെറിയാട്രിക്സിൻ്റെ ഒരു വിഷയം ഇപ്പോൾ വളരെയധികം നമ്മൾ കാണുന്നൊരു കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആയിട്ട് ഇതിനെ നമ്മളിതിനെ ഒരു സീനിയർ സിറ്റിസൺ ഓൺലി എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് ഇതിനെ കൊണ്ടുപോകുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന സാധനം, ഞാനൊക്കെ പറയുന്ന സെലിബ്രേറ്റിംഗ് ലൈഫ്, സെലിബ്രേറ്റിംഗ് വർക്ക്, ഇത് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞ സാധനം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതിനെ ഒരു സീനിയർ സിറ്റിസൺ ഹോംസ് എന്നുള്ള രീതിയിൽ ലേബൽ ചെയ്യാതെ നമ്മുടെയൊക്കെ ലൈഫിൽ, ഇപ്പോൾ ഞാൻ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞൊരു വ്യക്തിയാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ബാഡ്മിൻ്റൺ കളിച്ചിട്ട് എൻ്റെ ലിഗ്മെൻറ്റ് ഫെയിലിയർ ആയിട്ട് ഒരു 1 ഇയറോളം ഞാൻ വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ച് നടന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ നമ്മളെല്ലാവരും അറ്റ് ടൈംസ് നമ്മുടെ ലൈഫ് സ്പാനിൽ ടെമ്പററിലി ഡിസേബിൾഡ് ആണ് അറ്റ് ടൈംസ്. അപ്പോൾ ആ ടെമ്പററിലി ഡിസേബിൾഡ് ലൈഫിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിനൊരു ഏജ് ലിമിറ്റ് ഇല്ല. നമുക്ക് 5 വയസ്സുള്ളപ്പോഴും 10 വയസ്സുള്ളപ്പോഴും 15 വയസ്സുള്ളപ്പോഴും ആക്സിഡൻറ്റ് പറ്റാം, നമ്മൾ കുഴഞ്ഞു വീഴാം, നമ്മൾക്ക് എവിടെയെങ്കിലും തട്ടി വീഴാം, കൈയൊടിയാം, കാലൊടിയാം. അപ്പോൾ എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ അങ്ങനെ ഒരു എബവ് 45, എബവ് 55 എന്നുള്ള രീതിയിൽ ലേബൽ ചെയ്ത് അവർക്ക് മാത്രമായിട്ടൊരു കമ്മ്യൂണിറ്റിയോട് ഒരു ചെറിയൊരു വിയോജിപ്പുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു മൾട്ടി ജനറേഷണൽ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ കൊച്ചുകുട്ടികൾ മുതൽ 3-4 ജനറേഷൻ ഒരുമിച്ച് താമസിക്കുന്ന, ബട്ട് അറ്റ് ദ സെയിം ടൈം നേരത്തെ ഞാൻ പറഞ്ഞ നമ്മൾ ആ ടെമ്പററിലി ഡിസേബിൾഡ് ആവുന്ന മൊമെൻറ്റിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെയും നമ്മുടെ കൺവീനിയൻസിനെയും അത് ബാധിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ ഫെസിലിറ്റീസും ഫങ്ഷണാലിറ്റീസും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ US ആണെങ്കിൽ ADA കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ആക്സസിബിലിറ്റി ഡിസേബിൾഡ് ആക്ടിൻ്റെ ഒരു കംപ്ലയിൻ്റ് ആണോ എന്ന് ചോദിക്കും. ഇവിടെ ഇപ്പോൾ പല റൂൾസും വരുന്നുണ്ട്. പക്ഷേ അത് എന്ത് കംപ്ലയിൻ്റ് ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ചെയ്യുന്നൊരു കാര്യമെന്ന് പറയുന്നത് എല്ലാം റാമ്പ് വാക്സും എല്ലാ ബാത്റൂമുകളും ഒരു 1 മീറ്ററിൻ്റെ ഡോർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീൽ ചെയർ ആക്സസ് കിട്ടും. കറക്റ്റ്, ഇൻക്ലൂസീവ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലിഫ്റ്റുകൾ തന്നെ നമുക്ക് സ്ട്രെച്ചർ കയറ്റാവുന്ന 13 പേരുടെ ലിഫ്റ്റ്, അല്ലെങ്കിൽ വീൽ ചെയർ കയറ്റണമെങ്കിൽ 8 പേരുടെ ലിഫ്റ്റ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കോമൺ ഫെസിലിറ്റീസ് ആൻഡ് ഏരിയാസ് ഈ പറയുന്ന ടെമ്പററിലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആർക്കും ഉപയോഗിക്കാവുന്നതും അറ്റ് ദ സെയിം ടൈം നേരത്തെ പറഞ്ഞ സീനിയർ സിറ്റിസൺ എന്ന് പറയുമ്പോൾ അവർക്ക് ഇത്തിരി കൂടി കൂടുതൽ കെയർ ആവശ്യമുണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതുപോലെ എപ്പോഴും അത് തന്നെയാണ്. പക്ഷേ അതിൽ മാത്രം ഒതുക്കാതെ ഈ ഒരവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു ലൈഫ് സ്റ്റൈൽ എല്ലാ കാലത്തും ആവശ്യമാണെന്നും പറഞ്ഞാൽ നമ്മൾ ഈ പണ്ടത്തെ തറവാടുകൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന്റെ ഒരു മോഡേൺ ഒരു മാനിഫെസ്റ്റേഷൻ കൂടെയാണ് ഈ പ്രോജക്റ്റ്. അപ്പം ഇതിന്റെ ഒരു ഐഡിയൽ ബയേഴ്സ് ആയിട്ട് ചേട്ടൻ ടാർഗറ്റ് ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ അത് ഒരു ഫാമിലീസ് ആണോ, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ എൻഡ് യൂസേഴ്സ്, അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പോൾ ഒരു IT എംപ്ലോയീസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്? അപ്പം ആരാണ് ഒരു ഐഡിയൽ ബയർ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ്? മൾട്ടിപ്പിൾ ആണ്. ഇൻ ഷോർട്ട്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു പോസ്റ്റ് റിട്ടയർമെൻറ്റ് ലൈഫ് ആസ്വദിക്കേണ്ട ഓൾറെഡി 45 ആയവർക്ക് എനിവേ ദേ കാൺ ഗോ ബാക്ക് ടു 10 ഇയർ റൈറ്റ്. അപ്പോൾ ആ 45 കഴിഞ്ഞവർക്ക് ഡെഫിനറ്റ്ലി അവരുടെ ഇനിയുള്ള ജീവിതം അടിച്ചു പൊളിക്കാവുന്ന അല്ലെങ്കിൽ ക്വാളിറ്റി ലൈഫ് സ്റ്റൈലിൽ ജീവിക്കാവുന്ന ഒരു ആസ്പെക്റ്റ് ഉണ്ട്. രണ്ടാമത്തെ, ഈ ഇപ്പം US കാനഡയിലും ഒക്കെ പോയി കുറേ നാളുകളായിട്ട് അവിടെ ഇതായി വന്ന് കുറേ NRIs ആയിട്ടുള്ള ആളുകൾ ഇപ്പോൾ തിരിച്ച് കേരളത്തിലോട്ട്. ഇൻ ഷോർട്ട്, അത് നമ്മളിങ്ങനെ അങ്ങനെ ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്നതിലും നല്ലത്, നമ്മളൊക്കെ ജീവിച്ച ബാംഗ്ലൂരും ബോംബെയിലും UK ജീവിക്കുമ്പോൾ ഒരു ചെറിയ ഒരു 1200 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂം 2 ബെഡ്റൂമിൻ്റെ വീടും, പക്ഷേ നമ്മുടെ നെയ്ബർഹുഡും ആ ഒരു ക്ലബ് ഹൗസുകൾ നമ്മൾ എൻജോയ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് വരുമ്പോൾ ബിഗ് ഹൗസസ് വേണ്ട, പക്ഷേ ലൈഫ് സ്റ്റൈൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, അത് ഇപ്പോൾ പുറത്ത് പോകണമെന്നില്ല. ഇപ്പോൾ തൃശ്ശൂർ ജീവിച്ച, ഇരിഞ്ഞാലക്കുട ജീവിച്ച, ചാലക്കുടിയിൽ ജീവിച്ച, പരിയാരത്ത് ജീവിച്ച ആർക്കും, അല്ലെങ്കിൽ കേരളത്തിൽ ജീവിച്ച ആർക്കും ലൈഫ് സ്റ്റൈൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ഒരു ടൈമിനും ക്വാളിറ്റി ടൈമും ഫാമിലി ടൈമും ഫ്രണ്ട്സ് ടൈമും ഒക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന, അതിന് വാല്യൂ കൊടുക്കുന്ന ആർക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു ഫസ്റ്റ് ഹോം ബയേഴ്സിനും ഇത് ആപ്റ്റാണെന്ന് പറയാൻ കാരണം, ജസ്റ്റ് മാരീഡാണ്, 2 പേരുള്ളൂ, ഒരു കൊച്ചുകുട്ടിയായ ഒരു അഡൾട്ട് ആവുന്ന വരെയുള്ള ഒരു 15-20 കൊല്ലത്തിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു 1 ബെഡ്റൂം 2 ബെഡ്റൂം
മാക്സിമം 3 ബെഡ്റൂം വീടിൻ്റെയാണ് ആവശ്യമുള്ളൂ. ഇനി ഈവൺ അത് കഴിഞ്ഞിട്ടും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കുട്ടികളൊക്കെ പഠിക്കാൻ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഒറ്റ നില വീടിൻ്റെ ഒരു പ്രസക്തി കൂടുന്നത്. എല്ലാ വീടുകളിലും 4 ബെഡ്റൂം 5 ബെഡ്റൂമുള്ള വീടുകളിലൊക്കെ ഇപ്പോൾ ഒരു ബെഡ്റൂം ആണ് സത്യം പറഞ്ഞാൽ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ വല്ല ഗസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ പഠിക്കാൻ പോയ മകൻ തിരിച്ചു വരുമ്പോൾ മകൾ തിരിച്ചു വരുമ്പോഴാണ് ആ രണ്ടാമത്തെ ബെഡ്റൂം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഡെഡ് മണി ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറച്ച് നമ്മൾ നേരത്തെ ചിന്തിച്ചിരുന്ന ഒരു 2 to 3 crore വീടിനും ലാൻഡിനും സ്പെൻഡ് ചെയ്യുന്ന ഒരു മലയാളിയിൽ നിന്ന് ഒരു 60-75 lakhs റേഞ്ചിൽ വീടുകൾ പണിത് ബാക്കിയുള്ള നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ക്വാളിറ്റി ലൈഫ് സ്റ്റൈലിന് വേണ്ടി, അത് ട്രാവൽ ആവാം, ഫുഡ് ആവാം, സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് ചോയ്സസിലേക്ക് മാറുന്നതിന് ഇത് ഒരുപാട് മലയാളി കൂടുതൽ ഞാനടങ്ങുന്ന ഐ എം എ ലിവിങ് എക്സാമ്പിൾ ഓഫ് ദാറ്റ്. ഞാനടങ്ങുന്ന മലയാളിയുടെ ആ ലൈഫ് സ്റ്റൈൽ കോൺസെപ്റ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കോൺസെപ്റ്റിനനുസരിച്ച് മലയാളി ഇപ്പോൾ അവൻ്റെ സ്വന്തം ടൈമും ഫാമിലി ടൈമും അവൻ്റെ ട്രാവൽ ടൈമും അവൻ കഴിക്കുന്ന ഫുഡും അവൻ കാണുന്ന സിനിമകളും ഒക്കെ അവൻ്റെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ സീനിയർ സിറ്റിസനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഒരു ഇൻഹൗസ് ഡോക്ടർ വേണം, അവിടെ ഒരു ഇൻഹൗസ് ഡിസ്പെൻസറി വേണം, അവിടെ ഒരു ഫുൾ ടൈം നേഴ്സ് ഫെസിലിറ്റി വേണം. ഇനിയിപ്പോൾ മറ്റൊരു സർവീസുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പെയ്ഡ് അപ്പ് സർവീസ് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ വേണം, അവിടെ ഒരു അക്യുപഞ്ചർ സെൻറ്റർ വേണം, അവിടെ ഒരു ഫിസിയോതെറാപ്പി സെൻറ്റർ വേണം, അവിടെ ഒരു ആയുർവേദ മസാജ് വേണം, അവിടെ ഒരു ലാബ് വേണം, ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ വേണം. അപ്പോൾ നമ്മുടെ അഗെയിൻ ഇപ്പോൾ നമുക്ക് വൈകുന്നേരം 11 മണിക്ക് ഒരു ചായ കുടിക്കാൻ തോന്നിയാൽ ചായ കുടിക്കാൻ പറ്റണം, ഒരു മാഗി കഴിക്കാൻ തോന്നിയാൽ മാഗി കഴിക്കാൻ പറ്റണം. അറ്റ് ദ സെയിം ടൈം എനിക്കൊരു മന്ത്ലി ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ECG ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഷുഗർ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ വണ്ടി ഓടിച്ച് ട്രാഫിക് കയറി ടൗണിൽ പോകേണ്ട ഒരു ആവശ്യം ഇല്ലാതെ നമ്മുടെ ഒരു ഡേ ടു ഡേ ലൈഫിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റും ഷുഗർ ടെസ്റ്റും നമ്മുടെ വെയിറ്റ് ടെസ്റ്റും എല്ലാം. അപ്പോൾ ഒരു ജനറൽ മെഡിക്കൽ ചെക്കപ്പിലൂടെ ഒരു ഹെൽത്തി ഹാപ്പി ആയിട്ടുള്ള ലൈഫിന് വേണ്ട എല്ലാ ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ. കറക്റ്റ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഹസിൽ കൾച്ചറിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു കോൺസെപ്റ്റാന്ന് പറയുന്നതും ശരിയായിരിക്കും. കറക്റ്റ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോസ്റ്റ് കോവിഡ് എറയിൽ ഒരുപാട് ഇപ്പോൾ UAE മിഡിൽ ഈസ്റ്റിൽ നിന്ന് വിളിക്കുന്ന പല സുഹൃത്തുക്കളും ചോദിക്കുന്നത് എനിക്കൊരു 5 കൊല്ലം കഴിഞ്ഞിട്ട് വന്നിട്ട് താമസിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞിട്ട് വന്നിട്ട് താമസിക്കാൻ പറ്റുമോ. അപ്പോൾ നമ്മുടെ ഒരു ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് 5 കൊല്ലം കഴിഞ്ഞും 10 കൊല്ലം കഴിഞ്ഞും മിഡിൽ ഈസ്റ്റിൽ നിന്നും അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നും ബോംബെയിൽ നിന്നും തിരിച്ചു വന്ന് ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിൽ സെറ്റിൽ ഡൗൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എൻഡ് യൂസർ ഉണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഇത് വാങ്ങി നമുക്കത് ലീസ് ഔട്ട് ചെയ്താൽ നമ്മളൊരു മന്ത്ലി റിക്കറിങ് ഇൻകം അവർക്ക് കൊടുക്കാവുന്ന രീതിയിൽ അതിനെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്.